എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നലെ ഞാനും ചേച്ചി എറണാകുളം പോയിട്ട് വന്നപ്പം ഓണത്തിന്റെ മാവേലി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. എറണാകുളത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പം ഈ വട്ടത്തെ ഓണം സൈൻചാറിന്റെ കൂടെ കേട്ടോ. സൈൻചാറിന് ലീവൊക്കെ കിട്ടി വന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി പോകുന്നതിനിപ്പുറം ചേച്ചിനെ കൂടെ കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് വന്നത്. അപ്പം ഇന്ന് നമ്മളെല്ലാരും കൂടെ അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലേ? ചേച്ചിയാണായിട്ട് വന്നിട്ടുമില്ല, ലീവ് കിട്ടിയിട്ടില്ല. സൈൻചാറിനെ ഇപ്പൊ നല്ല പരിചയമായി എല്ലാവർക്കും. എന്താ വെച്ചാൽ നമ്മുടെ 3-4 വീഡിയോക്കകത്ത് ഉണ്ട്. റിന്റി ചേച്ചി ഇല്ല, അതിന്റെ ഒരു ചെറിയ സങ്കടം ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ആണെങ്കിൽ ഓണം ഇത്രയും കൂടെ കളർഫുൾ ആക്കായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ വീഡിയോ നാളെ ആയിരിക്കും വരുന്നത്, തിരുവോണത്തിന്റെ അന്നായിരിക്കും. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. പിന്നെ നമ്മുടെ വയനാട്ടിൽ ഉണ്ടായ ദുരിതത്തിൽ ഉള്ളവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക, അവരെയും കൂടെ ഈ നിമിഷം ഓർക്കുക അല്ലേ? നമുക്ക് വലിയ ഓണമൊന്നും ഇല്ല ഇപ്രാവശ്യം. അത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മുടെ വീട്ടില് മരണമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓണമൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗ്രാൻഡ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട് ഫുഡ് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. ചെറുതായിട്ട് സദ്യ പോലെ ഉണ്ടാക്കി വല്ലതും കറികളൊന്നും ഇല്ലാതെ പിന്നെ ആരെങ്കിലൊക്കെ വരുമായിരിക്കും ഓണം പ്രമാണിച്ച്. ചെറിയ തോതിൽ ആഘോഷിക്കുന്നു. പിന്നെ സഞ്ചാരണം ഉണ്ട്. ഇന്ന് പോകാൻ വേണ്ടി ഇരുന്നാണ് വൈകിട്ട്, പക്ഷെ ഞങ്ങൾ പറഞ്ഞു പിടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ദിവസം കൂടെ. അപ്പം ഓണമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഇന്ന് വിളിക്കുമല്ലേ? ഓക്കെ. ഇപ്പൊ 1 മണിയാണ്. ആദ്യം ഫുഡിങ്, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉള്ളു അല്ലെ? അപ്പൊ നേരെ വീഡിയോയിലിട്ടു അല്ലെ? വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കേറിക്കോ. നമുക്കേ വണ്ടി ഇടാൻ സൗകര്യം നമ്മളിപ്പം ഇതാക്കിയിട്ടു. നമുക്ക് അവിടെ ഒരു ഹമ്പ് പോലെ ഇരിക്കുന്നോണ്ട് നമ്മുടെ മുറ്റത്തോട്ട് വണ്ടി വണ്ടി കയറ്റാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അതല്ല, ലോറി കയറി ഇപ്പൊ അവിടെ ഇരുന്നായിരുന്നല്ലോ, അവിടെ ഇരുന്നും പോയി. അപ്പൊ ഇത് ഒത്തിരി ശരിയാക്കാണ്ടോ കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പം വണ്ടി കയറ്റണം, അത് അത്യാവശ്യമാണല്ലോ. അപ്പം പുതിയൊരു പ്ലാൻ വരുന്നുണ്ട്. ഞാൻ പുതിയൊരു പ്ലാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി കയറ്റും, നമ്മുടെ മുറ്റത്ത് വണ്ടി കയറ്റി കിട്ടണം. അതെനിക്കൊരു വാശിയാണ്. അതുകൊണ്ട് മഴയാണ്ട് തിന്നുന്നുണ്ട് കേട്ടോ. തിന്നുന്നോണ്ട് നമുക്ക് ഇച്ചിരി നടന്നു പോകാനും പോകാൻ പറ്റില്ല. സെറ്റപ്പിൽ വണ്ടി കയറ്റുന്നതായിരിക്കും അല്ലേ? കൊച്ചിന്റെ ഡ്രസ്സൊക്കെ അടിപൊളി കേട്ടോ. പുതിയ ചേച്ചി കൊണ്ട് വാൻ്റെ കിട്ടുന്നുണ്ട്. കേറുന്നില്ലേ? കേറ്, എവിടെയൊക്കെ ഇരുന്നോ, ഇടയുണ്ടല്ലോ. എന്നാ അപ്പനും മോളും വെള്ളയാണല്ലോ അവിടെ പോയാലും. ഞങ്ങൾ എവിടെ പോയാലും മാച്ച് ചെയ്യുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ചേച്ചി കൊണ്ടുവന്ന ചേച്ചി കൊണ്ടുവന്ന ഇതിന്റെ കൂടെ കൊണ്ടുവന്നായിരുന്നു. നല്ല പാന്റ് കേട്ടോ. നിങ്ങളെ പുറകെ ഇട്ടേക്കുവാ. കിളിക്കൂട്ടിലായി പോയി. എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ടാണ് ഞാൻ പിന്നെ സൈഡ് സീറ്റ് കേട്ടോ. ചേച്ചിക്കും കൂടെ കുറച്ചുകൂടെ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ വണ്ടിയുടെ കാറ്റൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. ഇറങ്ങണ്ടെന്നാ പറഞ്ഞേ, സഞ്ചാരം നോക്കിക്കോളൂ. കാറ്റൊന്ന് ചെക്ക് ചെയ്തിട്ട് ലോങ് ഒക്കെ പോകാനുള്ളതല്ലേ, കാറ്റ് ചെക്ക് ചെയ്തിട്ട് പോവാം. അപ്പൊ ഞാൻ ഹാപ്പി ഓണം പറഞ്ഞില്ലായിരുന്നു, ഇവരാ കുറച്ച് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഒരു ഹാപ്പി ആയിട്ടിരിക്കുക, സദ്യയൊക്കെ വെച്ച് കഴിക്കുക, ലീവിന് വന്നവരൊക്കെ അടിച്ച് പൊളിക്കുക, ലീവ് തീർന്നിട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോവുക അല്ലേ? ചെറുതായിട്ട് മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ രാധമ്മേനെ നമ്മൾ കണ്ടു കേട്ടോ. രാധമ്മ ബസ്സിന്റെ സൈഡിൽ ഇരുന്ന് പോകുന്നു. അപ്പൊ എവിടെ പോവാന്ന് അറിയാൻ വേണ്ടി നമ്മൾ വിളിച്ച്. അപ്പം മറ്റേ നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ, കുരുവിക്കാന രാമക്കൽമേട്. അപ്പം അവിടെ പോയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഈ വട്ടം ഓണം അതൊന്നും നമ്മുടെ കൂടെ ഇല്ല, അവിടെയാണ്. വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നപ്പം പറഞ്ഞായിരുന്നു ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഓണക്കോടിയൊക്കെ നേരത്തെ എടുത്ത് കൊടുത്തത്. നമ്മൾ ഓണക്കോടി അമ്മയ്ക്ക് എടുത്ത് കൊടുത്തായിരുന്നു. അച്ഛമ്മേനെ കണ്ടിട്ട് 2 ദിവസം അല്ലേ? അച്ഛമ്മ കല്യാണത്തിനും വന്നില്ലല്ലോ. അച്ഛമ്മയ്ക്ക് വയ്യാതൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് കല്യാണത്തിന് വരായിരുന്നേ. പിന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടോ? നമ്മൾ വളവോട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉപ്പറേന്ന് വളവോട് വരെ പോകട്ടോ. ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും. സിസ്റ്ററും അളിയനെല്ലാം വീട്ടിലേക്ക് ഒരാള് നാളെ സദ്യ കഴിച്ചോളൂ, ഇപ്പൊ സദ്യ വേണ്ടെന്ന് പറഞ്ഞിട്ട് പൊറോട്ടയ്ക്ക് ഓർഡർ കൊടുത്തു കേട്ടോ. പൊറോട്ടയും ബീഫ് ഫ്രൈയും
മലയാളികളുടെ ദേശീയ ഭക്ഷണം. അപ്പൊ അത് മതി. അപ്പൊ ഞങ്ങൾ സദ്യ കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് സദ്യ കഴിച്ചിട്ട് പോവാം. ഓണസദ്യ സ്പെഷ്യൽ. പപ്പായും പൊറോട്ട പറഞ്ഞേനെ, ചേച്ചി ഉള്ളതുകൊണ്ട് ഒന്ന് പേടിച്ചിട്ടിരിക്കും. മീൻകറി ഇല്ല. പൊറോട്ടയും മീൻകറിയാണ് കോമ്പിനേഷൻ. നല്ല ടേസ്റ്റാണ്. നല്ല പാട്ടുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടില്. ചോദിച്ചു. ഓക്കെ സെറ്റ്. ഓക്കെ ബീഫ് നല്ല കണ്ടിട്ട് സെറ്റ് കേട്ടോ. ഓണസദ്യയുടെ കൂടെ കൊഴുവ വറുത്തത് കഴിക്കണം ചായ വേണേ കേട്ടോ വെച്ചേ. ഓണസദ്യയുടെ കൂടെ കൊഴുവ വറുത്ത് കഴിക്കുന്നത് ബീഫ് കൊള്ളാമേ. കറിയൊക്കെ സെറ്റാണോ? ഇതിലെയാണ് പോണ്ടേ. KPM ഫാം വിസിറ്റ്. അയ്യോ, അവിടെ ഫുഡും ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഞാൻ ഇവരോട് പറഞ്ഞാണ് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാന്ന്. പക്ഷെ സാറില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഫിഷ് ഫ്രൈ എന്തെങ്കിലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരാള് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ, നോക്കാതെ. കട്ടർ പിടിച്ച വണ്ടി വഴിയാണ്. എന്നെ എടുക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കണ്ട അമ്മാരെ. അത് ശരിയാ, ശ്രദ്ധിക്കണം അമ്മാനെ. ഇത് അവരുടെ സ്വന്തം വഴിയാണ്. ആണോ? അവിടെ കട്ടക്കളം ഉണ്ട്. പാറമടയാണ്. ടൂറിസ്റ്റ് പ്ലേസാ. ആ, ഓ 10,000 വെറൈറ്റീസ് കോഴിക്കാർക്ക്. അത് കൊള്ളാം. അവിടെ മറ്റേ കോറിയുണ്ട്. 10,000 അല്ലേ? 10,000 തന്നെയാ. നല്ല വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പാർക്കിംഗ് ഉണ്ട്. കുറെ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. സെറ്റ്. കരിമ്പ് നിൽക്കുന്നുണ്ടോ? നമ്മളെ കരിമ്പ് നട്ടില്ല. അവിടെ വീട്ടിലുണ്ട്. ഇവിടെ ഇപ്പർ സൈഡ് ചെയ്ത് ഇടാന്നല്ലേ? ഇവിടെ ഇപ്പുറത്തിടാം. സെറ്റ്. ആൾക്കാർ കൊട്ടവഞ്ചിയിലൊക്കെ പോകുന്ന നല്ല സെറ്റ് സ്ഥലം കേട്ടോ. സൂപ്പർ. അതെ, ഞാൻ ഈ ഒരു മാസം ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ആരും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. സൈൻചേട്ടൻ വരണ്ട വന്നു കൊണ്ടുവരാൻ. സത്യം പറഞ്ഞാ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയാലേ. നമ്മുടെ തൊട്ടടുത്താണ്. അത് നമുക്കങ്ങനെ ഈ വഴി ഇവിടെ കട്ടക്കളം വരും, കട്ട എടുത്തോണ്ട് പോവും. അല്ലാതെ ഇതൊന്നും ഇറങ്ങി കാണാനോ ഒന്നും ഇതുവരെ ശ്രമിച്ചുമില്ല. പ്ലാൻ ഇട്ടു, 3-4 വട്ടം പ്ലാൻ ഇട്ടു. പക്ഷെ മാറിപ്പോയി. പോകാന്ന് പ്ലാൻ ഇട്ടിട്ട് അതെല്ലാം പ്ലാൻ ഇപ്പൊ അത് കറക്റ്റ് ആയി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം സഞ്ചാരനും റെന്റ് ചേച്ചി വന്നപ്പോൾ നമ്മൾ ഇവിടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അന്ന് മഴയായിരുന്നു. ഞങ്ങൾ കട്ടപ്പനയ്ക്ക് പോയി. വരാൻ ഒത്തിരി പ്രാവശ്യം ആലോചിച്ചതാണ്, ഒരിക്കലും നടന്നില്ല. ഇന്നാണ് അതിനുള്ള സമയം ഒത്തത്. പോയാലോ? വർഷങ്ങൾ കൊണ്ട് പാറ പൊട്ടിച്ച് മാറ്റി അതൊരു തടാകം പോലെ ആയി. അത് പണ്ടായിരുന്നു കേട്ടോ, നേരത്തെ. ഇപ്പം എല്ലാം കൂടെ ആയിരുന്ന സമയത്ത് അവര് പാറയൊക്കെ പൊട്ടിച്ച് ചെയ്തുകൊണ്ടിരുന്നതാ. പക്ഷെ അത് കഴിഞ്ഞ് നിയമം വന്ന് പൊട്ടിക്കരുതെന്ന് നിയമം വന്നപ്പോ അവർ നിർത്തി. പിന്നെ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വെറുതെ ഇടണ്ടല്ലോ നിർത്തി കട്ടയൊക്കെ പിടിച്ച് അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഫിഷ് ഫാം അവിടെ കുറെ ബൊട്ടാനിക്കൽ ഗാർഡനോ അങ്ങനെ അതിൻ്റെയൊക്കെ കുറെ സംഭവം ഉണ്ട്. ഇവിടെ ചെളിയാവല്ലേ? ആ, രാത്രി ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. പോയാലോ? വാ, സഞ്ജന അങ്ങോട്ട് നടന്നു. ഒരു മുട്ടായി എനിക്ക് തരാവോ? ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചവച്ചോണ്ടിരിക്കും. അപ്പൊ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ചേച്ചി വാ. ഈ കല്ല് നോക്കിയാൽ ഇത് ഒറ്റക്കല്ല ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മീനുണ്ടോ? ഇല്ലല്ലോ. ഗപ്പിയുണ്ട്. ഗപ്പി കേട്ടോ. ഗപ്പിക്കുഞ്ഞുണ്ട്. ഗപ്പിക്കുഞ്ഞ് വാ. ആ, കൊള്ളാം. നല്ല കമ്മല. ഇത് താമര. ഇത് നീല താമര. ഹായ്. ഇതുണ്ട് കൊറേ പ്ലാന്റ്സ് ഉണ്ട്. ബോൺസായി അമ്മ ഇതെല്ലാം. നല്ല കേട്ടോ, നല്ല രസമുണ്ട്.
അടിപൊളിയായിട്ടുണ്ടല്ലേ? സെറ്റപ്പ് ഉണ്ടെന്ന് അറിയത്തില്ല. ഞാൻ പോയ സമയത്തൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു 10 കൊല്ലം 12 കൊല്ലം മുമ്പൊക്കെ ഫുഡ് കോർട്ടായിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. സാരമില്ല, നമ്മളൊന്ന് കറങ്ങിയിട്ട് വരുമ്പോൾ നമുക്ക് വിശക്കും. കുറേ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. റോസ, ഒരു പപ്പയും അമ്മയും മോളും കൂടെ ഓടി ഓടി പോകുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഈ ചെടി അല്ലേ? അതിന് പൂവുണ്ടോ? ഇതതിന് പൂവ് റോസ പോലെ. എന്റെ തേയില പോലെ നിൽക്കുന്നല്ലേ? തേയില ബഡ് ചെയ്ത പോലെ ഇരിക്കണം. ഇതവര് കൊടുക്കാൻ വെച്ചേക്കുന്നതാണോ? അല്ല, അവര് അത് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന തോന്നുന്നു. ആളെക്കുട്ടി വായോ വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. ആളെക്കുട്ടി വായോ വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാ നോക്കാതെ. എന്നാ വെച്ചേ? കിനിപ്പന്നി കേട്ടോ. അത് കിനിപ്പന്നി, അത് മുയല്, പാത്ത. നല്ല രസമുണ്ട് ഞാൻ. എന്തിനാ കരയുന്നത്? എന്റെ പൊന്നുന്നകോ. ഇതാ ഇതിന്റെ പേരെന്നാമേ? പാത്ത ഇത്രയും വലുതാവോ? മുയലിന്റെ മണ്ടേ കയറി കിനിപ്പന്നി ഇരുന്ന് ഉറങ്ങുന്നല്ലേ? ഇതിന് മുയലാട്ടോ. അതിന്റെ മണ്ട കയറി കിനിപ്പന്നി ഇരുന്ന് ഉറങ്ങുന്നു. ഭയങ്കര സ്വരുമയാവും. ഐക്യമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോ അലമ്പോ. അതുപോലെ ഓണമൊക്കെ അല്ലേ? അതുകൊണ്ട് കഴിഞ്ഞോട്ട് ഇത് എന്നാ സാധനമാണോ? പാത്തയാണോ ഇത്? കോഴീനെ എല്ലാം ചോദിക്കും. കോഴീനെ കണ്ട പറഞ്ഞു തരാം. കോഴിയാണോ പടക്കോഴിയാണോ? ഇതിനെയല്ലേ ഇറക്കി വിടുന്നത്? ആ, അല്ലേ? പക്ഷെ ഇതൊരു 6 കിലോ 7 കിലോ സൈസാ. അതാ ചോദിച്ചു പാത്തയാണെന്ന്. അതെ, താറാവല്ല. കാലൊക്കെ കണ്ടോ ഇങ്ങനെ ഇത്രയുണ്ട്. അതേക്കുമ്പോ തള്ള ഇച്ചിരേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കൽക്കം നോക്കിയാമേ, കറുപ്പും ഇത് കറുത്ത കൽക്കം കേട്ടോ. കാണിച്ചു തരാവേ. ഇത് കൽക്കും കേട്ടോ. അടി, ഈ സാധനം കൊത്തും, കൊത്തി പറിക്കിത്. കൽക്കം. ഇതാണ് കൽക്കം. അതിന്റെ പേടയും എനിക്ക് വരുന്ന പേടയും പൂവനും കൽക്കം. ഇതല്ലേ മറ്റേ ഓടിച്ചിട്ട് കൊത്തുന്ന സാധനം അതന്നെ. അല്ലേ? അത് കൊത്തും കൽക്കം. ശരിയാ. ഇതിന്റെ അകത്ത് താറാവുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ നോർമൽ താറാവ്. ഇത് അരയന്നം കൂട്ടൊരു സംഭവമാണ്. കൊച്ചിനെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല. കൊച്ചിനോട് ഇങ്ങനെ പൂവനാട്ടോ. കൽക്കത്തിന് വേറെ കളറ്. ഈ സാധനം അയച്ചു വിട്ടുകഴിഞ്ഞാൽ ഡേഞ്ചറാ. കുത്തും, പറന്നു കുത്തും. എന്ത് അടയിരിക്കുവാണോ? അടയിരിക്കും. രണ്ടെണ്ണം ഉണ്ടോ അറിയിക്കുന്നു? അതും അറിയിക്കുവോ? താറാവാണോ? താറാവല്ലോ. എനിക്ക് താറാവിനെ കൊഴിഞ്ഞ മാത്രം അറിയത്തില്ല. അപ്പൊ കുറച്ചെന്നെ കണ്ടതോ? അത് പാത്തയുടെ അമ്മായി. അയ്യോ, ഒരാള് ചോദിക്കുക അതിന്റെ തലയുടെ പുറത്താണോ ബ്രെയിൻ എന്ന്. അല്ല, നിങ്ങളൊന്ന് നോക്കിക്കോ. അത് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ പറയും, തലയുടെ പുറത്തെ ബ്രെയിൻ ഇരിക്കുന്നെന്ന് പറയുന്നവരെ ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന്റെ പുറത്താണ് തല. അതെ. ആ, ഞങ്ങൾ പറഞ്ഞപ്പോ തിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. കാർഷിക ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ഇത് വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ തൈ ഐറ്റംസ്? ഗാർഡൻ അല്ലേ? ആ, അടിപൊളി. ആ, ചാമ്പത്തൈയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. ബഡ്മാവിന്റെ തൈയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെടികളുണ്ട്. ഓണമായിട്ട് നമ്മള് ഫുള്ള് ഹരിതപിക്കും കേട്ടോ. ഹരിതപം. ഹരിതപം. അയ്യോ, ഇത് മറ്റേ ചെങ്കൽ റോസ. നല്ല സെറ്റ് ഉണ്ടല്ലേ? ഇത് പണ്ട് വലുത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ എല്ലാവർക്കും കൊടുത്തത് അങ്ങ് പോയി. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഹായ് ഗൈസ്. മീൻകുളമൊക്കെ കാണാം. ഫിഷ് ഫാം ഒക്കെ കാണാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. കുറേയേറെ വെറൈറ്റീസ് ഉണ്ട് കാണാൻ വേണ്ടി കേട്ടോ. ഇവിടെ ഒരു ബോൺസായി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു ബോൺസായി കയറി വരുന്നുണ്ട്.
ഞാനിപ്പോ ഇത് കട്ട് ചെയ്ത് വെച്ചോണ്ടിരിക്കും. നല്ല ഫ്രണ്ടായി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു റോസാപ്പൂവിന്റെ അതിന്റെ ഇടയ്ക്കുണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങണം, എന്നിട്ട് അതുപോലെ ഒന്ന് പോകാൻ പറ്റുവാണെങ്കിൽ പോകണം അല്ലേ ചേച്ചി? ഇതുണ്ടോ ഒരു കൊങ്ങിണിയുണ്ടോ, ഒരു വെറൈറ്റി എന്നാ നിറച്ചു പോവാത്. അലിഗേറ്റർ കാർ എത്ര ഉണ്ട്? 3 3 അമ്മയ്ക്ക് ഇതിനെ വേണമല്ലോ. അത് വലുത്. നമുക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാ ഈ കുളം. നെറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് 6 ഇഞ്ചിന്റെ കമ്പി കൊണ്ട് നെറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അകത്ത് പടുത സാധാ പടുതയല്ലേ, ഇതിനോട് കേജ് കൂടി ടൈപ്പാ. പപ്പായ്ക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുവാണേ നല്ലതാ. അപ്പൊ കുറെ നാളായിട്ട് പറയുക വീട്ടിൽ ചെയ്യണം, പക്ഷെ നമുക്ക് സ്ഥലം ഇല്ലാത്തോണ്ട് പറ്റണില്ല. വെള്ളം നല്ല നോക്കും, എല്ലാം നോക്കിയിട്ട് ചെയ്യല്ലേ. ഇതിന് വെള്ളം എപ്പോഴും മാറണം. അലിഗേറ്ററിനൊക്കെ വെള്ളം വരുന്ന ഒരാഴ്ചയിലൊന്ന് മാറണം. സിലോപ്പിയക്കത്തൊന്നും വേണ്ട, നമുക്ക് കുറെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1 മാസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഓക്സിജൻ ഇട്ട് കൊടുക്കുക. ഇതിനകത്തുണ്ട് സിലോപ്പിയ ഉണ്ടോ? ഇതാണ് സിലോപ്പിയ, വിത്ത് സിലോപ്പിയ ഉണ്ടോ? ഒക്കെ ഒരു 3/4 കിലോ സൈസ് ഒക്കെയാ. 3/4 കിലോ സൈസാ വിത്ത് സിലോപ്പിയ. കാണത്തില്ല അപ്പൊ അത് ഇരുട്ടാ. കുഞ്ഞുങ്ങളും ഉണ്ട്. ഇത് പെട്ടെന്ന് പെരുകുന്ന സാധനമല്ല. നമ്മളവിടെ ചങ്ങനാശ്ശേരി ഇത് വളർത്തിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ പരിപാടി അറിയാം. മീനില്ല, അവിടെ ഞാനിത് കാണിക്കുമായിരുന്നു. പടുതായി ഇതൊക്കെ എറണാകുളത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കട്ടിയുള്ള കേജ് കൂടിയ പടുത നമുക്ക് നോക്കിയാൽ അറിയാം, ഓൺലൈനിൽ നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരു കമന്റ് കേട്ടോ. ഈ ടൈപ്പ് പടുത എങ്ങനത്തെയാണ്? പടുത ഇത് കുളം ഉണ്ടാക്കുന്നത് അത് കോട്ടയം ജില്ലയിലൊക്കെ ഉണ്ട്, സെന്ററൊക്കെ ഉണ്ട്. ഇതുണ്ടാക്കി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര പൈസ ആവും. ബാ അമ്മ അവിടെ പോയി ഫോൺ വിളിക്കണം കേട്ടോ. അത് വാൽവ് ഓപ്പൺ ആകുന്ന ഇവിടെയാ. ഇപ്പൊ വെള്ളം കളയാനും ആകും, വെള്ളം കൊടുക്കാനും പറ്റും. അതാണ് എന്റെ സെറ്റപ്പ്. എങ്ങനെയുണ്ട് സായൻ ചേട്ടാ സ്ഥലമൊക്കെ? ഇഷ്ടപ്പെട്ടു. നല്ല ഐഡിയ, ആദ്യമായിട്ട് കാണാം സെറ്റപ്പ്. നമ്മുടെ വീട്ടിലെ ചെടി സെറ്റായിട്ടാ കയറി വരുന്നുണ്ടോ? അതിന്റെ റേറ്റ് ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കണേ, നമുക്കറിയാലോ. അതൊന്നും അവര് പറയാ. എന്നാലും നോക്കാം, നമുക്ക് മേടിക്കാൻ വേറെ വിൽക്കുമായിരിക്കും ഒരു വെറൈറ്റി നോക്കിയിട്ട്. അവിടെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. ആ ചേട്ടൻ അത് നനയാ കേട്ടോ. ചേട്ടനാണ് ഇതിന്റെ പരിപാലകൻ. കണ്ട് കുഞ്ഞുമീനുണ്ട്, കെപ്പിയൊക്കെ. അങ്ങനെ ഒരു അമ്മയും മോളും ഏതാണ്ട് അന്താരാഷ്ട്ര ചർച്ചയാ. സ്ട്രോബെറി ഇരിക്കുന്നുണ്ടോ അവിടെ? ഇങ്ങനെ ഞാത്തി PVC-ക്കകത്ത് സ്ട്രോബെറിയാ. കായില്ലേ? പൂവുണ്ട്. ഇതുണ്ട് സ്ട്രോബെറിയുടെ. വിലയല്ല, അതിന്റെ വലിപ്പം കണ്ടോ? നമ്മുടെ സാധനം തന്നെ സെറ്റ് സാധനം. ഇത് നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ട്. ഇത് കണ്ടായിരുന്നോ? ഇത് ഈ ചെടി നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ട്, പക്ഷെ നമ്മൾ പലതും ശ്രദ്ധിക്കുന്നില്ല. എനിക്കൊരു റോസ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്, കല്ലൊക്കെ വെച്ച് ഒട്ടിച്ച്. വാ അവരുടെ കൂടെ പോവാം, നല്ല രസമുണ്ടല്ലേ. ഇത് മറ്റേ സ്വിമ്മിംഗ് പൂള്, നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാ. ആ ഇതുണ്ടോ? മണ്ടേന്ന് വെള്ളം വീണ് നമുക്ക് വേണേ കുളിക്കാം. എടോ പൊക്കം ഇല്ലാത്തതിനെ പിടിച്ച് കയറ്റടോ. അമ്മ കേറ്. ആ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാ കേട്ടോ. സ്റ്റെപ്പ് ഉണ്ട്. പപ്പ 30 വർഷമായിട്ട് നീന്തുവാ, ഇനി നിന്നാ മയ്യെന്ന്. അതെ തവള കിടക്കുന്ന പോലെ കിടക്കുന്നു. സ്വന്തമായിട്ട് പറയാണേ, സ്വന്തമായിട്ട് കോമഡി അടിക്കുക. നിന്നോട് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ അത് കണ്ടോ, ഈ തടി വെച്ചിട്ട് രണ്ടുപേരെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ഫോട്ടോ ആണോ? മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ.
ഞാനൊരു ഫോട്ടോ എടുക്കും കേട്ടോ. എത്ര ഫോട്ടോ എടുത്തല്ലേ? നല്ല ഫോട്ടോസ് അല്ല. അതെ, എവിടെ മീൻ മറ്റേ ഓടി നടക്കുന്ന വീഡിയോ അത് അവിടെയും കണ്ട ഏതോ ഒരു വള്ളത്തിന്റെ പുറകെ പോയിട്ടുണ്ട്. ആണോ? ആ, അപ്പൊ ഇനി കൊട്ടവഞ്ചിയെ കയറാൻ വേണ്ടി പോകട്ടെ എല്ലാരും. ഇടിച്ചിടിച്ച് അതിനാമേ സദ്യയുടെ ശർക്കര വരട്ടി അവിടുന്ന് ഇറക്കണ്ട ഇവിടെ വന്ന് വാ. ഞാൻ കൈ വെച്ചേക്കായിരുന്നു. അമ്മ ഓടിയൊക്കെ ഇറങ്ങുന്നു. താളത്തിൽ ചാടാൻ പറഞ്ഞപ്പോ പൊതിര് ചാടുന്ന പോലെ. ഞങ്ങൾ അവിടെ ഓടി കയറി വരുന്ന ഒരു വീഡിയോ എടുക്കാവോ? പുറകിന്ന് എവിടുന്ന് ഓടി കയറുന്നേ? അവിടെ ഓടി കയറി വരുന്ന പോലെ. ഇത് സെറ്റപ്പ് ഇല്ല, പച്ച കളറില്ല, മറ്റേ വെള്ളം കിടക്കുന്നേ ആ ഒരു വെള്ളത്തിന്റെ സെറ്റപ്പ് ഇല്ല. ഇത് കോഴിക്കാർപ്പ് കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത്, ഇത് കണ്ടോ? ആ, അതല്ല തിരിച്ചിട്ടേക്ക്. തിരിച്ചിട്ടേക്കുന്ന കുഞ്ഞുങ്ങളാ കോഴിക്കാർപ്പിന്റെ. വലുത് നമ്മൾ അങ്ങോട്ട് ഇറക്കി വിടുള്ളൂ അവര്. വാ, പാട്ട് കോപ്പിറൈറ്റ് വരുന്നില്ലടാ. വരുമായിരിക്കും. പാട്ടിട്ടുണ്ട്, കോപ്പിറൈറ്റ് വരുവാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. കുടയില്ലാത്ത നല്ലത്. മീനെ പിടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല ആഴമുണ്ട്, നല്ല ആഴമുണ്ട്. ഭയങ്കര പാടാ, നീന്തി കയറാൻ ഭയങ്കര പാടാ. സെറ്റല്ലേ ചിലന്തി? നൂൽക്കമ്പി ഏതാണ്ട് വെച്ച് ഒട്ടിച്ചെടുത്താ. കറക്കുന്നുണ്ട് കേട്ടോ. ആ, അവരെ കറക്കുന്നുണ്ട്. കൊട്ടവഞ്ചി നമ്മളെ കറക്കണ്ടേ? തലവേദന എടുക്കും. ആണോ? കറക്കം താഴെ വല്ലതും തെറിച്ചു പോയാൽ തീർന്നു. ഫുഡ് കഴിച്ചിട്ടിരിക്കുന്നോണ്ട് അമ്മ പാവം മാറുന്നെല്ലാം കാണും കേട്ടോ. ബാ, യ്യോ, വരെ ഉണ്ടെന്ന് നോക്കുമായിരുന്നു അതിന്റെ ഇപ്പൊ വീണേനെ, നീളം. ഇപ്പൊ വെള്ളത്തിൽ വീണേനെ. വെള്ളത്തിൽ വീണാൽ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. നീന്തറിയാം. ഞാൻ അക്കരെ ഇക്കരെ നീന്തി കയറുമ്പോഴേ. ആ, പിന്നെ കുട്ടായിയുടെ മോളമേടാ കളി. മീന് തീറ്റ നടന്നിട്ട് കൊത്തി പറിക്കും. അയ്യോ, ഒരു കാലം കടിക്കുമ്പോ ഒരു കാലം മീനായിരിക്കും. നല്ല മീൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ സൈസ് കാണോ? സൈസ് സിലോപ്പിയാന്നേ. സിലോപ്പിയ ഒരു കളറുണ്ട് അപ്പൊ ഇടഞ്ഞിയതെ. ആ, സിലോപ്പിയയുടെ വേറെയാണോ? അതോ കളർ ഇല്ലാത്തതുണ്ട്. വെള്ളമില്ലാത്തതുണ്ട്. മറ്റേ ഇതാണോ? അപ്പൊ രോഗമാണോ? രോഗമൊന്നും രോഗമല്ല, സിലോപ്പിയയുടെ തന്നെ വേറെ. ഗൗരാമിയാണോ? ഗൗരായിക്ക് ഇങ്ങനെ നൂല് പോലെ. രോഗമൊന്നുമില്ലേ? അതെ, ഗൗരാമീൻ ഇവിടുന്ന് ഒരു ഇതുണ്ട്. വള്ളിയുണ്ട് താഴോട്ട്. അവിടെ ഇതിന് വള്ളിയുണ്ട്, ഇതിനുണ്ട് ഇപ്പൊ വള്ളി താഴോട്ട്. ഇത് കിടക്കുന്നു, ഇതിന് രണ്ടെണ്ണം. ഒന്നാമത് ഗൗരാ. ചെറിയല്ല, രണ്ട് നൂലുണ്ട് ഇങ്ങനെ. ആ, അത് ഗൗരായ ഗൗരാമിയാ. ഗൗരാമീന. കോഴിക്കാർപ്പുണ്ട് അതിന്റെ കൂടെ. തീറ്റയ്ക്കാ നടത്തോണ്ട് വരുന്ന. ഇത് വരുന്നുണ്ട് കേട്ടോ അവരുടെ ഈ കൊട്ട പോകുന്നതനുസരിച്ച് മീൻ കൂടെ പോവാ തീറ്റയ്ക്ക് വേണ്ടി. ഗൗരാമീൻ അതാണ് ഇത് ഗൗരാമിയാ. സ്മോൾ ടൈപ്പ്. പപ്പ ഇട്ടാവാ. ഞാൻ ബെടാവാലായിട്ട് ചോട്ടാവാല. അയ്യോ, വെച്ചിട്ടോ? കെട്ടി വെക്കോ കൊച്ചേ? അമ്മ ഇട്ടോ? അയ്യോ, അമ്മ ഇട്ടപ്പോ തിരിഞ്ഞു പോയി. ഞങ്ങൾ ഇട്ട് തരാം. കണ്ടുണ്ട്. ഫോൺ സൂക്ഷിക്കണം, ഫോൺ പോലെ. ഇനി നോക്കി, എന്റെ സൈസിനനുസരിച്ചാണ് അത് കൊള്ളാം. അമ്മ ഇട്ടോ? അമ്മയുടെ എത്ര ഇട്ടിട്ട് ശരിയാകുന്നില്ല, ഇപ്പോഴൊന്നും ശരിയായി. ആടി ഓക്കെ സെറ്റ്. ഉറങ്ങ കിട്ടോ? എങ്ങനെ കരയല്ലോ? ആ ചേട്ടനോട് ഇരിക്കാനുള്ള ഇടം കൊടുക്കണേ. അയ്യോ, കടി കണ്ടുണ്ട്. ഇത് കൈ കടിച്ചോണ്ട് പോകും കേട്ടോ. രണ്ട് മീനിന്റെ വായിക്കകത്താണല്ലോ. സെറ്റാണ് കേട്ടോ, അടിപൊളി. നൈസല്ലേ? നൈസല്ലേ? കൈ ഭയങ്കര കേട്ടോ. ഫിഷ് മസാജ്. ഫിഷ് മസാജ്
ഇച്ചിരി ഇട്ടാ മതി. പപ്പാട കൂടുതലാണല്ലോ നിൽക്കുന്ന മൊത്തം. ഞങ്ങളുടെ എടുത്തോണ്ട് അങ്ങനെ പറ്റില്ല. അത് അങ്ങനെ കൂടെ നോക്കാൻ ചേച്ചി അങ്ങോട്ട് തിരിഞ്ഞിട്ട് അതെ അതെ ഇങ്ങോട്ട് കുഞ്ഞ് കൈ എടുക്കുമോ? എന്റെ കൈ അടിച്ചിട്ട് കേട്ടത്. വീഡിയോ എടുക്കണം. ആ ഇതെന്താ എടുത്തോണേ ഇപ്പൊ കണ്ടോണേ. കൈ വന്ന് ചപ്പിയിട്ട് പോകും. ഓ ഭയങ്കര അല്ലേ. ഇങ്ങോട്ട് താരം ഇനി ഇവിടെ തീറ്റയ്ക്ക് വേണ്ടി അടി കേട്ടോടെ. അതാ ഞാൻ പറഞ്ഞ പപ്പാട കൂടുതലാ വരുന്ന മീന്. അതെ അമ്മ ഇവിടെ തന്നെ ഇരുന്ന് മീൻ അമ്മയുടെ കുറച്ച് മീനേ ഉള്ളതേ. തീറ്റില്ല അമ്മയുടെ കയ്യില്. തീറ്റയില്ല തീറ്റയില്ല. ഇപ്പൊ കണ്ടോണം. അമ്മ ഇച്ചിരി അപ്പുറത്തോട്ട് ഇട്ടാ അമ്മയുടെ സൈഡ് വരും. ഇപ്പൊ നേരെ ഇരിക്കും. ഇങ്ങോട്ട് സംഭവം സൂപ്പർ. ഇഷ്ടപ്പെട്ടു. എന്റേതും എടുക്കടാ, ഞാൻ മലന്ന് കിടക്കുന്നേ. മലന്ന് കിടക്കുന്നോ? നിങ്ങൾ അപ്പനും മോളും കൊണ്ടിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഹാപ്പിയായോ? കറക്കണ്ടേ? കറക്കി തീറ്റ കൊടുക്കുക കേട്ടോ. വേണ്ട, നമ്മുടെ പുറകെ 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 വരുവാണ്. ഓ നോ, നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് സൂപ്പറാ. ഫോണൊക്കെ കടിച്ചോണ്ട് പോയിരിക്കും ചിലപ്പോ. നമുക്ക് ഒരു കിലോ വേണോ 2 കിലോ വേണോ? 1 കിലോ വേണ്ട. അയ്യോ നല്ല രസമുണ്ട്. വെട്ടോ മോന് വെട്ടോ. ഓ ഒരിക്കലും അയ്ക്കാ. അത് നമ്മുടെ കൈയില്ലേ വീഴുവാ. അതെ അതെ, കൈക്കകത്തോട്ട് കയറി കടിക്കും. വലിയ മീൻ, വലിയ മീൻ, ഭയങ്കര വലിയ മീൻ. പേടിച്ചു പോയി. ഭയങ്കര വലിയ മീനോ, കയ്യെ കടിക്കും. അടിപൊളി. ഇക്കിളി എടുക്കും. പോകുന്ന പൂമഴ എന്ന് പറയും. മീൻമഴയാണ്. മീൻമഴ നീ എന്നെ സൈഡിലൊന്നും കേട്ടോ. ആ ഇത് ചേച്ചിയുടെ പക്കയടി ആണോ? സെറ്റാ. പക്ഷേ അമ്മ ഒരു വീഡിയോ എടുത്തേ. സെറ്റ് അടിപൊളി അല്ലേ? ചുറ്റിക്കറങ്ങി വരുമ്പോ ഒരു 10-300 മീറ്റർ ദൂരമുണ്ട് അല്ലേ? അടിപൊളി. അമ്മയോട് ഞാൻ വീഡിയോ എടുത്തു തരണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അമ്മയുണ്ടല്ലോ അവിടെ പറഞ്ഞു കേട്ടി ഇരിക്കുക. നോക്കട്ടെ, ലാസ്റ്റ് ഇടന്നൂടെ കാണിക്കാം. അയ്യോ ഒരുപാട് ഇറക്കണ്ട, തല ഇറങ്ങി. നമ്മുടെ കുട്ടവഞ്ചി യാത്രയെ പറ്റി അന്ന് ഇവിടെ വരാനായിരുന്നു നമ്മള്. നിങ്ങൾ ആദ്യമായിട്ടാണോ? അതെന്നറിയോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് സെറ്റ് ആയിട്ടിരുന്ന അന്ന് മഴ കാരണം നമ്മൾ കട്ടപ്പനയ്ക്ക് പോയി, വരാൻ പറ്റിയില്ല. ഈ വട്ടം റിന്ദു ചേച്ചി ഇല്ലെന്നുള്ളൊരു കുറവേ ഉള്ളൂ, ബാക്കി എല്ലാം കൊണ്ട് പക്കയായിരുന്നു. അടിപൊളി എൻജോയ് ചെയ്തു കേട്ടോ. ഏതായാലും റിന്ദു ചേച്ചി വരുമ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും, അത് ഞാൻ വാക്ക് തരുന്നു. അല്ലേ എടോ, ആരും വരുന്നില്ലേ? സുഖം മേടിച്ചു പോയോ? ചേച്ചി വാച്ചെടുത്തോണേ. അത് ഓരോ ബോട്ടിനെ കൂടെ മീൻ പോവാ കേട്ടോ. മീൻ കണ്ട് ഇവിടുന്ന് റോക്കറ്റ് പോലെ അതിന്റെ പുറകെ അങ്ങ് പോവാ. എങ്ങനെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, ഒന്നും പറയല്ല. മീന്റെ പടാവുന്നത് കൈ ഫുള്ള് കഴിച്ചു നമുക്ക്. നമ്മുടെ ഗസ്റ്റ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സൂപ്പറായിരുന്നു. നല്ല മസാജ് കൈക്ക് കിട്ടി. കൈ നല്ല സോഫ്റ്റ് ആയി. ഇനിയിപ്പോ കാലിനും കൂടെ മസാജ് വേണം അടുത്ത തവണ. എന്നാ കാലെ പിടിച്ച് ആട്ടിട്ടാലോ? മീൻ മസാല അല്ലേ? പാട്ട് ഇട്ടിട്ടുണ്ട്, കോപ്പിറൈറ്റ്. പാടുമ്പോഴോർമ്മയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിടും. എന്നോടും നോക്കി ചിരിച്ചുകൊണ്ട്
വീട്ടിലെ കുഞ്ഞുങ്ങളെ ഊഞ്ഞാലാടുക ഓണമൊക്കെ അല്ലേ. മണിക്കുട്ടാനേ എന്റെ ജീവനാണ്. വെയിറ്റാ പോകുന്നു. ഞാൻ കണ്ട ഉന്തി വിടാൻ പോയിട്ട് വയറിനിടി കിട്ടല്ലേ. കൊതിക്ക് കൊതിക്ക് ആ അത് തന്നെ. അപ്പൊ ഡാൻസ് കളിക്കുന്ന മാളക്കുട്ടി പാലത്ത് തെന്നി വേണം കേട്ടോ. അതെ ഫോൺ പൊട്ടിയോ? എനിക്കൊന്നും പറ്റില്ല. ഫോൺ ഇങ്ങനെ ഞാൻ കുത്തി, അതാ ഞാൻ നോക്കി. ഫോൺ മാറ്റും പൊട്ടിയോ? ബാക്കി ചതഞ്ഞോ? ഒന്നും വേദന എടുത്തില്ല. എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. പേടിച്ചു പോയോ? അയ്യോ പാവം കൊച്ചു. ഇല്ല ഒന്നും പറ്റിയില്ല, പക്ഷെ ഫോൺ ഇടിച്ചു, അതാ ഞാൻ നോക്കി. വിഷു തിരുവാതിരായൊക്കെയും ഒന്നാണ് നമ്മളെന്നൂതി. ഇന്നവ നമ്മൾക്കു തമ്മിൽ കുടിപ്പല്ലേ. സൂപ്പർ. അതെ അതെ ഹാപ്പി ആയില്ലേ? ഇതെന്നെ സാധനോ? അച്ചോടെ കൈ ചാത്തിക്കാൻ അതിന്റെ മുഖം മറന്നു പോവാ. ഇച്ചിരി വയറുന്തി വയറ് തള്ളിക്കും. ആ ഇവര് ഫോട്ടോ എടുത്ത് ചാവും കേട്ടോ. ഇപ്പൊ തന്നെ 300 എങ്ങാണ്ടായി. 300 ഫോട്ടോ ആയി സഞ്ജയന്റെ ഫോണില്, മാളുവിന്റെ തന്നെ കേട്ടോ. ഇനി രാത്രി ഇരുന്ന് എല്ലാം ഡിലീറ്റ് ആക്കാൻ പോകുന്നു. അങ്ങനെയല്ല, കൊച്ചിന്റെ ആഗ്രഹത്തിന് നമ്മൾ ആരും എടുത്തു കൊടുക്കാറില്ല. കൊച്ചിന് ഇന്നാ പറ്റിയ ആളെ കിട്ടി. ഒന്ന് ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഫോട്ടോ എടുക്കും കേട്ടോ. നമ്മള് പള്ളിയിലാട്ടോ തിരി കത്തിക്കാനായിട്ട് എനിക്ക് പോകാൻ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഓർത്തു സഞ്ചാരനൊക്കെ വന്നല്ലേ, ഒന്നുകൂടെ ഒന്ന് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ചാരനെ റിന്റി ചേച്ചിയും വന്ന് തിരി കത്തിച്ചോടെ. ആ മരം പൂത്ത് നിൽക്കുന്നുണ്ടോ? എന്നെ സെറ്റ് അല്ലേ സഞ്ചേട്ടോ? എന്തോ എന്നെ ട്രോളി. മറ്റേ മൂത്രക്കുടുക്ക പൂത്ത് നിൽക്കുന്നുണ്ടോ? ആ മരത്തിന് പേര് എങ്ങനെയാ? കുളിക്കാൻ മൂത്രം ചേടോ? ആണോ? ഒരു കായുണ്ട്. നമ്മളിങ്ങനെ പിന്ന് വെച്ച് കുത്തിട്ട് ഇങ്ങനെ ചീറ്റിച്ചു. ശരിയാ വെള്ളമുണ്ട്, മറന്നുപോയി അല്ലേ? ഞാനത് പപ്പ നമ്മളെ ട്രോളുന്നാന്ന് വിചാരിച്ചു. സന്ധ്യ കേട്ടോ. ബാ നല്ല മരല്ലേ? നല്ലൊരു അന്തരീക്ഷല്ലേ ഇവിടെ സന്ധ്യയാകുമ്പോ? അതല്ല, 8 നോമ്പിനെ പള്ളി നല്ലപോലെ അലങ്കരിച്ച് ഈ സമയത്തൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അന്നാ നമുക്ക് വരാനായിട്ട് പറ്റിയല്ലേ? അതെ.